ഹായ് ഫ്രണ്ട്സ്, LCM ആൻഡ് HCF അഥവാ ലസാഗു ആൻഡ് ഉസാഗ എന്ന ടോപ്പിക്കിലെ ഒരു പ്രോബ്ലമാണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: 2/5, 3/10, 1/7 ഇവയുടെ ലസാഗു കാണുക. ലസാഗു എന്ന് വെച്ചാൽ LCM കാണാനാണ്. തന്നിരിക്കുന്നത് ഭിന്നസംഖ്യകളാണ് തന്നിരിക്കുന്നത് അല്ലെ. ഭിന്നസംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രാക്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഭിന്നസംഖ്യകളുടെ LCM കാണാൻ പറഞ്ഞാൽ ഫോർമുല ഇതാണ്: അംശങ്ങളുടെ LCM, അംശം എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്റർ ആണ് കേട്ടോ. ന്യൂമറേറ്ററുകളുടെ LCM ഡിവൈഡഡ് ബൈ ഛേദങ്ങളുടെ HCF. ഛേദം എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്റർ, ഡിനോമിനേറ്റേഴ്സിന്റെ HCF കാണുക. അപ്പൊ ഭിന്നസംഖ്യകളുടെ LCM കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്യാം? അംശങ്ങളുടെ LCM എടുക്കുക, ഡിവൈഡ് ബൈ ഛേദങ്ങളുടെ HCF എടുക്കുക. അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം ഇതെങ്ങനെയാ ചെയ്യാൻ നോക്കാം. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ഭിന്നസംഖ്യയിൽ നിന്ന് ഇവരുടെ ന്യൂമറേറ്റർ മാത്രമായിട്ട് അങ്ങ് എടുത്തു കഴിഞ്ഞാൽ ആരൊക്കെ കിട്ടും? 2 ഉണ്ട് അല്ലെ, മുകളിലുള്ളതാണ് ന്യൂമറേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ 2 ഉണ്ട്, 3 ഉണ്ട്, 1 ഉണ്ട്. അപ്പൊ 2, 3, 1ന്റെ എന്ത് കണ്ടുപിടിക്കണം? LCM കാണണം അല്ലെ. അംശങ്ങളുടെ LCM ആണ് കാണേണ്ടത്. ഇനി അടുത്ത ഡിനോമിനേറ്റേഴ്സ് ഇവിടെ ആരൊക്കെയാ വരിക? റൗണ്ട് ചെയ്യാത്തത് ആരൊക്കെയാ? 5, 10, 7. അപ്പൊ 5, 10, 7ന്റെ എന്ത് കാണണം? HCF കാണണം. ഇത് ഈസിയാണ്, നമുക്ക് ഡിവിഷൻ മെത്തേഡ് ഒന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നോക്കിക്കേ, 2ഉം 3യും പ്രൈം നമ്പേഴ്സ് അല്ലെ. LCMൽ നമ്മൾ അങ്ങനെയല്ലേ ചെയ്യുന്നത്? ഡിവിഷൻ മെത്തേഡ് ചെയ്ത് വരുമ്പോൾ എപ്പോഴാണോ പ്രൈം നമ്പേഴ്സ് കിട്ടുന്നത് അവിടെ വെച്ച് നമ്മൾ ഡിവിഷൻ സ്റ്റോപ്പ് ചെയ്യും. പക്ഷെ ഇവിടെ എന്താണ് തന്നിരിക്കുന്നത്? ഡിവിഷൻ ഏതാണ്? പ്രൈം നമ്പേഴ്സ് ആണ് അല്ലെ. 2ഉം 3യും പ്രൈം നമ്പേഴ്സ് ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അവിടെ വെച്ച് തന്നെ സ്റ്റോപ്പ് ചെയ്തിട്ട് അതിന്റെ പ്രോഡക്റ്റ് തന്നെയാണ് എന്ത്? LCM ആയിട്ട് വരിക. അപ്പൊ 2 × 3 എത്രയാ വരിക? 6 × 1 അല്ലേ, അത് സെയിം തന്നെയല്ലേ കിട്ടുക. അപ്പൊ LCM എന്ന് പറയുമ്പോൾ 2 × 3 എത്ര വരും? 6. അപ്പൊ നമുക്ക് LCM കിട്ടിക്കഴിഞ്ഞു. ഇനി എന്ത് കാണണം? 5, 10, 7ന്റെ HCF കാണണം. HCFൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഡിവിഷൻ മെത്തേഡ് തന്നെയാണ്. എന്നിട്ട് നമ്മൾ എന്താ ചെക്ക് ചെയ്യുന്നത്? എത്ര നമ്പർ ആണോ ഉള്ളത് അതിന്റെ എല്ലാത്തിനും കോമൺ ആയിട്ട് വരുന്ന ഒരു ഫാക്ടറിനെ കണ്ടുപിടിക്കുക അല്ലെ. 3 നമ്പർ ആണെങ്കിൽ 3 നമ്പറിനെയും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കോമൺ ഫാക്ടർ നമുക്ക് അവിടെ കിട്ടണം. ഇവിടെ നോക്കിക്കേ, 5, 10, 7 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് 3ലും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് 1 മാത്രമല്ലേ ഉള്ളൂ. വേറെ ഏതെങ്കിലും നമ്പർ കൊണ്ട് നമുക്ക് 3നെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ 1നെ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ 1 കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. സോ HCF എന്ന് പറയുന്നത് എന്തായി? 1 ആയി. ഇവിടെയും നമുക്ക് ഡിവിഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ എന്ത് ചെയ്യാം? HCFും LCMും കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇനി എന്താ ചെയ്യുന്നത്? ഭിന്നസംഖ്യകളുടെ LCM അല്ലേ നമുക്ക് കാണേണ്ട. അംശങ്ങളുടെ LCM നമുക്ക് കിട്ടി, എത്രയാണ്? 6. ഛേദങ്ങളുടെ HCF നമുക്ക് കിട്ടി, എത്രയാണ്? 1. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 6/1. ഏത് നമ്പറിനെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആ നമ്പർ തന്നെയല്ലേ ആൻസർ. അപ്പോൾ 6/1 എന്ന് പറഞ്ഞാൽ 6. അപ്പൊ ഇവിടെ നമുക്ക് 6 എന്നല്ല, ഇവിടെ എന്താണ്? 6/1 തന്നെയാണ് തന്നിരിക്കുന്നത്. സോ ഓപ്ഷൻ C ആണ് ഇവിടെ ആൻസർ. 6/1 എന്നും എഴുതാം, 6 എന്നും എഴുതാം കേട്ടോ. ഓപ്ഷനിൽ 6/1 എന്ന് കിടക്കുന്നതുകൊണ്ടാണ് ഓപ്ഷൻ C നമ്മൾ ചൂസ് ചെയ്തത്. അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.